മുഴുവൻ ഉപഭോക്താക്കളെയും സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റാനുള്ള കരാർ KSEB അദാനിക്ക് നൽകിയേക്കും. മെയിൽ ടെൻഡർ ക്ഷണിച്ചപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് ഉൾപ്പെടെ 11 കമ്പനികളാണ് എത്തിയത്. ഈ മാസം ടെൻഡർ തുറക്കും. മികച്ച ഓഫർ അദാനിയുടേതാണെന്നാണ് വിവരം. സംസ്ഥാനത്ത് 1.40 കോടി വൈദ്യുതി ഉപഭോക്താക്കളുണ്ട്. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, HT വിഭാഗം തുടങ്ങി 1.72 ലക്ഷം ഉപഭോക്താക്കളെ സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ സൗരോർജ്ജ ഉൽപ്പാദകർ മാസം 150 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർ പുതിയ കണക്ഷൻ തുടങ്ങി 50 ലക്ഷം പേരെ സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റും. ഇതിനുള്ള കരാറാണ് അദാനിക്ക് നൽകുക. 1.72 ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചത് KSEB 65 കോടി വായ്പയെടുത്താണ്. കൊൽക്കത്തയിലെ ഇസ്ക്രാം എക്കോ കമ്പനിക്കാണ് കരാർ. എന്നാൽ ഇവരുടെ സോഫ്റ്റ്വെയർ തകരാറിലായി. ഇതോടെ പഴയതുപോലെ മീറ്റർ റീഡിംഗ് എടുത്ത ബിൽ നൽകുകയാണ്. സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കൈമാറാം, വിതരണവും നടത്തിയും മെയിന്റനൻസും ഏറ്റെടുക്കാം എന്ന മികച്ച ഓഫർ അദാനിയുടേത്. ചെലവ് മുഴുവൻ അവർ വഹിക്കും. KSEBക്ക് വായ്പാ ബാധ്യത വരില്ല. കടക്കണിയിലായ ബോർഡിന് ആശ്വാസമാകും ഈ വാർത്ത. നേരത്തെ കൊൽക്കത്ത കമ്പനിക്ക് കരാർ നൽകിയപ്പോൾ ചെലവിന്റെ 15% കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞെങ്കിലും വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിന് 4000 രൂപയോളം വില വരും. ഇതും മാസം 31 രൂപ വാടകയും നൽകണം. നിലവിൽ 800 രൂപയുടെ മീറ്ററാണ് ഉപയോഗിക്കുന്നത്. വാടക 6 രൂപയും. സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 31 രൂപ വാടക. 3 ഫേസിന് 36 രൂപയാണ്. 2 മാസം കൂടുമ്പോഴുള്ള വൈദ്യുതി ബില്ലിൽ മീറ്റർ വാടക നിലവിലെ 12 രൂപയ്ക്ക് പകരം 62-72 രൂപ വീതമാകും. LTCT ഉപഭോക്താക്കൾക്ക് 47 രൂപ വരെയാണ് മാസവാടക. ഉപയോഗിച്ച വൈദ്യുതിക്ക് മാത്രം പണം നൽകിയാൽ മതി. താമസമില്ലാത്ത വീടുകൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കേണ്ട. വൈദ്യുതി മോഷണം തടയാൻ ഉപഭോഗം സ്വയം നിയന്ത്രിക്കാം. സ്മാർട്ട് മീറ്റർ ചാർജ് ചെയ്ത് വൈദ്യുതി ഉപയോഗിച്ചു തുടങ്ങാം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.